നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കണ്ണൂർ പയ്യന്നൂരിൽ യുവതിയെ കൊലപ്പെടുത്തി ആൺസുഹൃത്ത് ജീവനൊടുക്കിയ കേസം. പാലക്കാട് യുവതിക്ക് നേരെ മുൻ ഭർത്താവ് ആസിഡ് ആക്രമണം നടത്തിയ സംഭവവും ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. പയ്യന്നൂരിൽ വീടിനുള്ളിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവന്നു. കൊല്ലപ്പെട്ട കോയിപ്പുറ സ്വദേശിനി അനിലയെ കഴുത്തിൽ ഷാൾ മുറുക്കിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്. അനിലയുടെ മുഖത്തും ശരീരത്തിലും പരിക്കേറ്റ പാടുകളുണ്ട്. ഇത് യുവതിക്ക് മർദ്ദനമേറ്റതിന്റെ തെളിവുകളെന്നാണ് സൂചന. അതേസമയം വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭ്യമാകും. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഏറെ നടുക്കത്തോടെയാണ് ഈ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. പ്രത്യേകിച്ചും ഇത്തരം സംഭവങ്ങൾ, ഈ അവിഹിത ബന്ധങ്ങളൊക്കെ കൊലപാതകത്തിൽ ദുരന്തത്തിലൊക്കെ കലാശിക്കുന്ന നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. തൃശ്ശൂരും എറണാകുളത്തുമൊക്കെ കഴിഞ്ഞ ഈ 1 വർഷത്തിനിടെ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ പയ്യന്നൂരിൽ യുവതി അനില എന്ന യുവതിയെ ആൺസുഹൃത്ത് കൊലപ്പെടുത്തുന്നു, പിന്നീട് പോയി ജീവനെടുക്കുന്നു. ആ യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് യുവതിയുടെ കൊലപാതക കേസിലേക്കും എത്തുന്നത്. നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്തിനായിരുന്നു കൊലപ്പെടുത്തിയത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് തുടങ്ങിയ വിവരങ്ങളിൽ പോലീസിനൊരു വ്യക്തത വന്നിട്ടുണ്ടോ അനീഷ്? തീർച്ചയായും ഇത് സംബന്ധിച്ച്, ഈ മരണം സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിലയെ കൊലപ്പെടുത്തിയത് തന്നെയാണ്, ഷിജു കൊന്നത് തന്നെയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. യുവതിയുടെ മരണം കൊലപാതകമെന്ന സൂചനകൾ നൽകുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെളിവാകുന്ന കാര്യങ്ങൾ എന്നാണ് പോലീസ് പറയുന്നത്. കഴുത്തിൽ ഷാൾ മുറുക്കിയാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം അനിലയുടെ മുഖത്തും ശരീരത്തും നിരവധി പരിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് യുവതിക്ക് ക്രൂരമായ മർദ്ദനം ഈ ഷിജു എന്ന ആളിൽ നിന്നും ഏറ്റിരുന്നു എന്ന് വ്യക്തമാകുന്ന തെളിവുകൾ തന്നെയാണ് എന്ന് പോലീസ് പറയുന്നു. എന്തായാലും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് അറിയിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ, ഏത് തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഈ യുവതി ഇരയായി, എന്താണ് മരണകാരണത്തിലേക്ക് കൃത്യമായി നയിച്ചതെന്നടക്കമുള്ള വിശദാംശങ്ങൾ ഇതിൽ കാണും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും നിലവിൽ നമുക്ക് പറയാം, കഴുത്തിൽ ഷാൾ മുറുക്കി ക്രൂരമായി മർദ്ദിച്ചാണ് ഈ അനില എന്ന 33-കാരിയെ കൊന്നത് എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രേരണ, അല്ലെങ്കിൽ ഈ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം എന്തുകൊണ്ടാണ് ഈ ഷിജു എന്ന സുദർശന പ്രസാദ് തൂങ്ങി മരിക്കാനുള്ള കാരണം എന്നിവയെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും കുറച്ച് നിഗമനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് ഈ ഘട്ടത്തിൽ ഉള്ളത്. ഇരുവരുടെയും മൊബൈൽ ഫോണുകളും മറ്റുമൊക്കെ പരിശോധിച്ച് എന്തൊക്കെ തെളിവുകൾ ലഭിക്കും എന്നതും പോലീസ് നിരീക്ഷിച്ചു വരുന്നു. കാരണം ആദ്യം ഈ യുവതിയുടെ മൃതദേഹമാണ് ഈ വീട്ടിൽ, അന്നൂരിലെ വീട്ടിൽ കണ്ടെത്തിയത്. അവിടെ നിന്ന് ഏതാണ്ട് 22 കിലോമീറ്റർ മാറിയാണ് ഈ സുദർശൻ പ്രസാദിനെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ആ ഘട്ടത്തിൽ തന്നെ യുവതി കൊല്ലപ്പെട്ടതും ഒപ്പം പിന്നാലെ ഈ ഷിജു എന്ന സുദർശൻ പ്രസാദ് ആത്മഹത്യ ചെയ്തതും ആയിരിക്കാം എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെ പോലീസ് എത്തിച്ചേരുകയും ചെയ്തു. എന്തായാലും അങ്ങേയറ്റം കൗതുകകരമായ, അല്ലെങ്കിൽ ഒരു നാടിനെ ഒന്നടങ്കം നടുക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകവും ആത്മഹത്യയുമാണ്. എന്തിനാണ് കൊലപ്പെടുത്തിയെന്ന കാര്യത്തിൽ അല്പം കൂടെ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് അല്ലെ അനീഷ്? കാരണം മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ ജീവനൊടുക്കിയ ആൺസുഹൃത്ത് ഷിജുവും അനിലയും തമ്മിൽ എങ്ങനെയാണ് സൗഹൃദത്തിലായത്? ഇരുവരും ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചവരാണ്, സഹപാഠികളായിരുന്നു. പിന്നീട് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടു. ആ പരിചയം പിന്നീട് ഒരു വഴിവിട്ട ബന്ധത്തിലേക്ക്, പ്രണയത്തിലേക്കൊക്കെ വഴിമാറി എന്നൊക്കെയാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. പിന്നീട് ഇരുവരും തമ്മിൽ എന്തെങ്കിലും ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായതാണോ ഈ യുവതിയുടെ ജീവനെടുക്കുന്നതിലും യുവാവ് ജീവനെടുക്കുന്നതിലും കലാശിച്ചത്? തീർച്ചയായും അത്തരമൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ വിശദമായ പരിശോധനകൾ, അന്വേഷണങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന വിവരങ്ങൾ ഇതാണ്. ഇവർ ആ സ്കൂളിൽ ഒരേ കാലഘട്ടത്തിൽ ഒരേ സമയത്ത് പഠിച്ച ആളുകളാണ്. അന്ന് ഇരുവരും തമ്മിൽ ചെറിയ അടുപ്പമുണ്ടായിരുന്നതാനും പിന്നീട് കാലം മാറിയതോടുകൂടി രണ്ടുപേരും 2 വഴിക്ക് പിരിയുകയും വിവാഹിതരാവുകയും ചെയ്തു. ഇതിൽ അനിലയുടെ വിവാഹബന്ധം ഇപ്പോഴും കൃത്യമായി തന്നെ പോകുന്നു. അനിലയ്ക്ക് 2 കുട്ടികളും ഉണ്ടായിരുന്നു.
എന്നാൽ മറുവശത്ത് ഈ ഷിജുവിൻ്റെ വിവാഹബന്ധം അത്ര സുഖകരമായിരുന്നില്ല. ആ വിവാഹബന്ധം ഏതാണ്ട് വേർപെട്ട അവസ്ഥയിലേക്ക് മാറിയിരുന്നു. ഈ സമയത്താണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇരുവരും വീണ്ടും സംസാരിക്കുകയും പിന്നീട് അടുത്തിടപഴകുകയും ഇരുവരും തമ്മിലുള്ള ബന്ധം ഒരു അടുപ്പമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത് ഇത്തരത്തിൽ ഒരു അടുപ്പമായി മാറിയതോടെ കുടുംബത്തിനുള്ളിൽ ഇത് ചില അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചു. ഇത്തരം ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം ഈ അനിലയുടെ കുടുംബങ്ങളും ഒപ്പം ബന്ധുക്കളുമൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഈ വാക്കുകൾ മുഖവിലേക്കെടുത്ത്, കാരണം 2 കുട്ടികളുമുണ്ട്, ഭർത്താവുണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ വാക്ക് മുഖവിലേക്കെടുത്ത് അനില ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ മുന്നോട്ട് വന്ന് ഇക്കാര്യം ഷിജുവിനോട് പറയുകയും ചെയ്തു. പക്ഷേ ഷിജു ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ യാതൊരു തരത്തിലുമുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ സന്നദ്ധത പ്രകടിപ്പിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഇതേ ചൊല്ലി ഇവർ ഇരുവരും ഒരുപക്ഷെ വഴക്കിട്ടിരിക്കാമെന്നും പറയുന്നു. ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം അനില സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. ജോലി സ്ഥലത്തേക്ക് പോകും വഴി പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. ആ വഴി ഷിജുവിൻ്റെ കൂടെ പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ അനില പോയ ശേഷം അന്ന് വൈകുന്നേരത്തോടുകൂടി വീട്ടിൽ കാണാതെ ജോലി കഴിഞ്ഞ് എത്താഞ്ഞ സാഹചര്യത്തിൽ പോലീസിൽ പരാതി നൽകുകയും പോലീസ് അനിലയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ഈ ബെറ്റി ജോസഫ് എന്ന ഈ അന്നൂരിലെ അനിലയുടെ മൃതദേഹം കണ്ട വീടിൻ്റെ ഉടമസ്ഥനായ വിമുക്ത ഭടനാണ്. അദ്ദേഹം കുടുംബത്തോടൊപ്പം ഒരു വിനോദയാത്രയ്ക്ക് പോവുകയായിരുന്നു. ഈ വിമുക്ത ഭടന്മാരുടെ സംഘടനയോടൊപ്പമാണ് പോയത്. കപ്പൽ യാത്ര അടക്കമുള്ള കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുകയും ചെയ്തത്. എന്തായാലും നാട് വിട്ട് താൻ അല്ലെങ്കിൽ ഒരു വിനോദയാത്രയ്ക്കായി പോകുമ്പോൾ ആ വീട്ടിൽ പട്ടികളെ വളർത്തുന്നുണ്ട്. ആ പട്ടികൾക്ക് ഭക്ഷണം കഴിക്കണം, വീടിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കണം. ഒരു മേൽനോട്ട ചുമതല എന്ന രീതിയിലാണ് നേരത്തെ തൻ്റെ കുടുംബ വീടുണ്ടായിരുന്ന ഇടത്തെ പരിചയക്കാരനായ ഷിജുവിനെ ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചത്. വീടിൻ്റെ താക്കോലടക്കം ഷിജുവിന് കൈമാറുകയും ചെയ്തു. ഇത്തരത്തിൽ പട്ടികളെ നോക്കാൻ അല്ലെങ്കിൽ വീട് നോക്കാൻ ഏൽപ്പിച്ച ഒരാളെ പിന്നീട് വിളിച്ചിട്ട് നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും ലഭിക്കാതെ വന്നതോടെ ബെറ്റി ജോസഫിന് ഒരു സംശയം തോന്നി, എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണയില്ലാതെ വന്നു. ഇതിനുശേഷം നാട്ടുകാരോടും ബന്ധുക്കളോടുമൊക്കെ വിളിച്ച് വീട്ടിൽ പോയി അന്വേഷിക്കണമെന്ന് പറയുകയും പിന്നീട് അയൽവാസികൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഈ വീട്ടിലെത്തി നോക്കുമ്പോഴാണ് ഒരു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും ഞായറാഴ്ച വലിയ ഒച്ചയും ബഹളവും ഒക്കെ ആ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ പട്ടികളുടെ വലിയ കുര കേട്ടിരുന്നു എന്ന് പറയുന്നു. വെള്ളിയാഴ്ച ഈ ഷിജുവിൻ്റെ സാന്നിധ്യം ആ വീട്ടിലുണ്ടായിരുന്നു എന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ശനിയാഴ്ച ഒരു ദിവസം യാതൊരു തരത്തിലുമുള്ള അനക്കം ആ വീട്ടിൽ നിന്ന് കേട്ടില്ലെന്നും പറയുന്നു. അതായത് ഈ അനില വീട്ടിൽ നിന്നും ജോലിക്ക് പോയ ശേഷം വൈകുന്നേരം ഒരുപക്ഷെ ഷിജുവിനൊപ്പം ഈ ബെറ്റി ജോസഫിൻ്റെ വീട്ടിലെത്തിയായിരിക്കും അന്ന് തങ്ങിയത്. അതിനുശേഷം ഇരുവരും അവിടെ വെച്ച് സംഘർഷമുണ്ടായിരിക്കാം, വാക്കേറ്റമുണ്ടായിരിക്കാം. ആ വാക്കേറ്റം ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാവാം. എന്തായാലും അനിലെ കൊല ഉറപ്പുവരുത്തിയ ശേഷം പിന്നീട് അവിടെ നിന്നും 22 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ഷിജുവിൻ്റെ വീട്ടിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ബെറ്റി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ. അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ. അനീഷിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിലവിലെ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുരോഗതി അടക്കം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളിൽ ആദ്യം നമ്മൾ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തത്. ഇപ്പോൾ അത് മർഡറായിട്ട് നമ്മൾ ആൾട്ടർ ചെയ്തിട്ടുണ്ട്. അതിനൊരു കേസ് അന്വേഷിക്കും. അതിൻ്റെ കാര്യത്തിൽ പിന്നെ ബാക്കി എല്ലാവരും നോക്കിയിട്ട് അതിൽ സൂപ്പർവിഷൻ എല്ലാവരും ഉണ്ടാവും. ജില്ലാ പോലീസ് മേധാവി അമലത മാഡം ഇവിടെ വിസിറ്റ് ചെയ്തു. ഇതൊരു അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഞങ്ങൾ ഈ മരണത്തിന് ആരാണ് ഉത്തരവാദി, പ്രതി ആരാണെന്ന കാര്യത്തെപ്പറ്റി നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്, പ്രാഥമികമായി മനസ്സിലാവുന്നത് ഒരു സുഹൃത്തുണ്ട്, ഒരു ആൺ സുഹൃത്ത്, അയാളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രണയം അതിന് ബന്ധപ്പെട്ട രീതിയിലാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത്. ബാക്കി അന്വേഷണം നടത്തിയ ശേഷം പറയാൻ പറ്റും. വീണ്ടും MS അനീഷ് കുമാറിലേക്ക്. അനീഷ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥനും വിശദീകരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട അനിലയുടെ കുടുംബത്തിന് ഇരുവരും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അങ്ങനെ ഈ കുടുംബ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത്, അതേ തുടർന്ന് ഈ ഷിജുവുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചതൊക്കെയാണ് കൊലപാതകത്തിലേക്ക് രണ്ടുപേരുടെയും ജീവനെടുക്കുന്നതിൽ കലാശിച്ചത് എന്ന വിവരങ്ങൾ തന്നെയാണ് നേരത്തെ മുതൽ തന്നെ പുറത്തു വന്നത്. ഇക്കാര്യങ്ങളെക്കുറിച്ച് അവരുടെ കുടുംബത്തിന് വ്യക്തമായ വിവരങ്ങൾ, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിവുണ്ടായിരുന്നു.
തീർച്ചയായും അറിവുണ്ടായിരിക്കുന്നു എന്നാണ് ഉള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. കാരണം ഈ ആദ്യകാലത്ത് ഒന്നിച്ച് പഠിച്ചവർ പിന്നീട് ചില സൗഹൃദങ്ങൾ പാലിക്കും. നമുക്കറിയാം കോവിഡ് കാലത്തും മറ്റുമൊക്കെ വീടുകളിൽ ആളുകൾ തനിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും അങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പുകളുമൊക്കെ ഉണ്ടായി വളരെ സജീവമായ ആളുകൾ തമ്മിൽ വീണ്ടും പഴയ രീതിയിൽ ഇടപെടുന്ന അല്ലെങ്കിൽ പഴയ കാലത്തേക്കൊക്കെ മടങ്ങിപ്പോകുന്ന പല സംഭവങ്ങളും നമ്മൾ അടുത്ത കാലത്തായി കണ്ടിട്ടുണ്ട്. ഈ സൗഹൃദങ്ങൾ പിന്നീട് അടുത്ത ബന്ധമായി മാറുകയും പലരുടെയും ദാമ്പത്യത്തിൽ തന്നെ വിള്ളൽ വീഴ്ത്തുകയും വിവാഹേതര ബന്ധങ്ങളിലേക്ക് ഇക്കാര്യങ്ങളൊക്കെ നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യമാണ് ഇവിടെയും രൂപപ്പെട്ട് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്, കൃത്യമായി ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഇതിനിടയിലാണ് ഒരു അലോസരമായി പുതിയൊരു ബന്ധം കടന്നു വരിക. ഒരു സൗഹൃദം എന്ന രീതിയിൽ വിലയിരുത്തിയാൽ പോലും അത് സൗഹൃദത്തിൻ്റെ അപ്പുറത്തുള്ള തലത്തേക്ക് പോകുമ്പോൾ ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് മറ്റുമൊക്കെ ഈ എതിർപ്പ് ഉയരുക സ്വാഭാവികമാണ്. പക്ഷേ ഒരു കുടുംബജീവിതം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഉണ്ടാവുന്ന അസ്വാരസ്യങ്ങൾ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിൽ മുന്നോട്ട് പോകാനുള്ള ബന്ധുക്കളുടെ നിർദ്ദേശത്തെ അനില പൂർണ്ണമായും സ്വീകരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിവാഹേതര ബന്ധത്തിൽ നിന്നും അല്ലെങ്കിൽ വിവാഹത്തിന് പുറത്തുള്ള അടുപ്പത്തിൽ നിന്നും പുറത്ത് മറികടക്കാൻ അവർ ശ്രമിച്ചിരുന്നു. ഈ മറികടക്കാൻ ശ്രമിച്ചതാണ് ഈ ഷിജുവിനെ പ്രകോപിതനാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരമൊരു കാരണം തൻ്റെ ഈ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വീണ് നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ അനില എത്തിയപ്പോൾ അനിലയുമായി ഈ ബന്ധം തുടരാമെന്നായിരിക്കാം ഒരുപക്ഷെ ഷിജു വിചാരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു കൃത്യമായൊരു സാഹചര്യം ഒത്തുവന്നു. സ്നേഹത്തിൻ്റെ പേരിൽ തന്നെ ഇത്തരം മറ്റൊരാളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ അവിടെ സൗകര്യപൂർവ്വം ഇരുവർക്കും ഒത്തുചേരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വിളിച്ചു വരുത്തി ഒരുപക്ഷെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ രഹസ്യബന്ധം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും മറ്റുമൊക്കെ ഇയാൾ ആവശ്യപ്പെട്ട് കാണും. പക്ഷേ ഇത്തരമൊരു ബന്ധവുമായി മുന്നോട്ട് പോകാനുള്ള തൻ്റെ സന്നദ്ധത കുറവ് അനില മുന്നോട്ട് അറിയിച്ചു കാണുകയും ചെയ്യും. എന്തായാലും അതേ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും തർക്കമുണ്ടാവുകയും ഷാൾ കുരുക്കി ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കാം. ഇതാണ് നമുക്കിപ്പോൾ എത്താൻ കഴിയുന്ന നിഗമനം. കാരണം ഈ അനിലയെ കൊലപ്പെടുത്തിയ ശേഷം ഷിജുവും മരിച്ച ഒരു നിലയിൽ തന്നെ കണ്ടെത്തുന്ന സാഹചര്യം. അതുകൊണ്ട് ഇരുവർക്കുമിടയിലെ വിവരങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ ഈ മറ്റിവരുടെ ഫോൺ പരിശോധിച്ച് സ്വകാര്യ വിവരങ്ങൾ പരിശോധിക്കുമ്പോഴൊക്കെ ആവും എത്രമാത്രമാണ് ഇരുവരും തമ്മിലുണ്ടായിരുന്ന അടുപ്പം അല്ലെങ്കിൽ എത്രമാത്രം വിള്ളൽ ഇരുവരുടെയും ബന്ധത്തിലുണ്ടായി. ഇത് സംബന്ധിച്ച കൃത്യമായ ചാറ്റുകളും മറ്റുമൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പോലും വീണ്ടെടുക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളുണ്ട്. എന്തായാലും അതുവഴി കാര്യങ്ങൾ പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ നിലവിൽ ലഭിക്കുന്ന ചില നിഗമനങ്ങൾക്ക് അപ്പുറം പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അനിലയുടെ സഹോദരൻ തന്നെ നേരത്തെ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിരുന്നു. കാരണം വീട്ടിൽ നിന്ന് പോയപ്പോൾ ധരിച്ച വസ്ത്രമല്ല അവർ ഈ മരിച്ചു കിടക്കുന്ന സമയത്ത് ധരിച്ചിരിക്കുന്നത്. അവരുടെ ശരീരമാസകലം മർദ്ദിച്ചതിൻ്റെ പാടുകളുണ്ട്. കഴുത്ത് ഞെരിച്ച് കൊന്നതെന്ന് കരുതുമ്പോൾ ഈ ഷിജു എന്നയാൾ ഒറ്റയ്ക്കല്ല ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. മറ്റെന്തൊക്കെയോ ദുരൂഹതകൾ ഈ സംഭവത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്നു എന്ന ഒരു ആരോപണമാണ് ആ കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രതി കൂടി മരിച്ച സാഹചര്യത്തിൽ, പ്രതിയെന്ന് കരുതുന്ന ആൾ കൂടി മരിച്ച സാഹചര്യത്തിൽ വളരെ വിശദമായി തന്നെ ഈ കുടുംബവും മറ്റുമൊക്കെ മുന്നോട്ട് വെച്ച വിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. അത് സംബന്ധിച്ച കൃത്യമായൊരു ആശയവിനിമയങ്ങളും അന്വേഷണവും ഒക്കെ നടത്തേണ്ടി വരും. എന്തായാലും സനീഷ് കുമാർ നൽകിയതുപോലെ ഇത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണെങ്കിൽ അത് എങ്ങനെയാണ് ആസൂത്രണം നടത്തിയത്? കൃത്യമായ ഒരു മറ്റാരുടെങ്കിലും സഹായം ഈ കൊലപാതക കേസിൽ പ്രതിക്കുണ്ടായിരുന്നോ? പിന്നീട് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ രണ്ടു പേർ തമ്മിലുള്ള ഇത്തരം ബന്ധങ്ങളിൽ തകർക്കപ്പെട്ടത് രണ്ട് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അനിലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും ഷിജു എന്ന യുവാവ് ജീവനൊടുക്കിയ കേസുമായി ബന്ധപ്പെട്ടും കൂടുതൽ വ്യക്തത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ വന്ന ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത ഉണ്ടാകൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. സ്പോട്ട് ലൈവിന് പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. വെങ്കിടിശ്ശേരി സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെ കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപം റോഡിൽ വെച്ചായിരുന്നു സംഭവം. ചേർപ്പിലെ ഗുണ്ട ഉൾപ്പെടെ 3 പേർ ചേർന്ന് മനുവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മനുവും പ്രതികളും തമ്മിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെങ്ങണിശ്ശേരിയിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ചേർപ്പ് പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു അരുംകൊല. നവമി ദിനേശ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഈ കൊല്ലപ്പെട്ട മനുവും ഈ കൊലയാളി സംഘത്തിൽപ്പെട്ട 3 പേരും തമ്മിൽ നേരത്തെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മുൻ വൈരാഗ്യമാണോ യുവാവിന്റെ ജീവനെടുത്തത്?
രാവിലെയായിരുന്നു മനുവിനെ റോഡരികിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തലയ്ക്ക് ഹോക്കി സ്റ്റിക്കിന്റെ അടികൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. അതായത് 3 പേരടങ്ങുന്ന പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേർ, അവർ മണികണ്ഠൻ, ആഷിഖ്, പ്രണവ് എന്നീ 3 പേരും മനുവും സുഹൃത്തുക്കളാണ്. ഇന്നലെ വൈകുന്നേരം മണികണ്ഠൻ താമസിക്കുന്ന കോളനിക്ക് സമീപം ഒരു തർക്കമുണ്ടായിരുന്നു. ഒരു കുടുംബ പ്രശ്നമായിരുന്നു അതിൽ ആ കുടുംബ പ്രശ്നം നടക്കുമ്പോൾ അവിടേക്ക് മനു എത്തുകയും ആ പ്രശ്നത്തിൽ ഇടപെടുകയും പിന്നീട് ഇവർ 4 പേരും തമ്മിൽ, ഈ സുഹൃത്തുക്കളായ 4 പേരും തമ്മിൽ ഒരു വാക്കുതർക്കവും പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്കൊക്കെ കലാശിക്കുന്ന രീതിയിൽ എത്തുകയും ചെയ്തു. അവിടെ വെച്ച് മനുവിന്റെ മണികണ്ഠന്റെ കയ്യിൽ നിന്നും അടി കിട്ടുകയും പിന്നീട് മനു സ്വകാര്യ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത്, അതായത് ഈ കോളനിയിൽ നടക്കുന്ന ഈ കുടുംബ പ്രശ്നം പിന്നീട് പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി സോൾവ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് മനു ആശുപത്രി വിട്ട ശേഷം സമീപത്തുള്ള ബാറിലേക്ക് പോയി. അവിടെയും ഈ 3 സുഹൃത്തുക്കളും മണികണ്ഠനും പ്രണവും ആഷിഖും അവിടെ എത്തുകയും ചെയ്തു. ഇങ്ങനെ 4 പേരും ആ ബാറിനുള്ളിൽ വെച്ച് മദ്യപിക്കുന്നതിനിടയിൽ വീണ്ടും വാക്കുതർക്കം ഉണ്ടാകുന്നു. അവിടെയും ഇവർ തമ്മിലൊരു തർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യം, ഈ തർക്കം മൂർച്ഛിക്കുന്നതിന് പിന്നാലെ മനു അവിടുന്ന് വേഗം തന്റെ ബൈക്ക് എടുത്ത് മറ്റൊരിടത്തേക്ക് പോവുകയും ചെയ്തു. അവിടെയാണ് ഈ പെട്രോൾ പമ്പിന് സമീപത്തേക്ക് ഇവരെത്തുകയും ഈ 3 പേരടങ്ങുന്ന സംഘം മനുവിനെ തടഞ്ഞു നിർത്തി മനുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും അതോടൊപ്പം ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ 3 പ്രതികളും സ്ഥലം വിട്ടു പോവുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളാണ് ഇതെല്ലാം പിന്നെ പോലീസിന് വ്യക്തമായത്. എന്തായാലും ഈ 3 പ്രതികളെക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. എത്രയും വേഗം ഈ പ്രതികളെ പിടികൂടുമെന്നാണ് ചെറുപ്പ് പോലീസ് അറിയിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പ്രതി, 1ാം പ്രതിയായ മണികണ്ഠൻ ഒരു കാപ്പ ചുമത്തപ്പെട്ട പ്രതി കൂടിയാണ്. ഒപ്പം മറ്റ് 3 പേരും ഗുണ്ടാ ലിസ്റ്റിൽ, അതായത് പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട, നവമി, ഗുണ്ടാ പട്ടികയിൽ, ചേർപ്പ് പോലീസിന്റെ ഗുണ്ടാ പട്ടികയിൽപ്പെട്ട 3 പേരാണ് ഈ കൊലയാളി സംഘത്തിലുണ്ടായിരുന്നതെന്ന കൃത്യമായ വിവരങ്ങളുണ്ട്. പോലീസ് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ? കാപ്പ കേസിൽ നേരത്തെ കാപ്പ ചുമത്തപ്പെട്ട വ്യക്തിയായിരുന്നു, അങ്ങനെ നാടുകടത്തപ്പെട്ട ആളാണ്, ജയിലിലായിരുന്നു. എങ്ങനെയാണ് പിന്നീട് ഈ കേസുകളുടെ ഈ കാപ്പ കാലയളവ് പൂർത്തിയായി പുറത്തിറങ്ങിയ ശേഷമാണോ ഈ കൊലപാതക കേസിലും ഇവർ പങ്കാളികളായത്? അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പോലീസ് പറയുന്നത് ഈ മണികണ്ഠൻ, 1ാം പ്രതിയായ, അതായത് മനുവിന്റെ തലയിൽ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ മണികണ്ഠൻ കാപ്പ ചുമത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇതിനു മുൻപും പല ഗുണ്ടാ കേസുകളിലും, അതായത് ഇതുപോലുള്ള പല അടിപിടി കേസുകളിലും പ്രതിയാക്കപ്പെട്ട വ്യക്തിയാണ്. അതിനെ തുടർന്നാണ്, നിരവധി കേസുകളുടെ തുടർന്നാണ് ഈ കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ടത്. പിന്നീടാണ് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തത്. അതിന്റെ ഈ കാലാവധി പൂർത്തിയായതിനു ശേഷമാണോ മനു നാട്ടിലേക്ക് തിരിച്ചെത്തിയത്, അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ എത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ 3 പേരും, അതായത് മനുവിനെ കൊലപ്പെടുത്തിയ 3 പ്രതികളും ഇതിനു മുൻപും ഇത്തരത്തിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവർക്ക് ഇതിനു മുൻപും ഇത്തരത്തിൽ അടിപിടി കേസുകളും അതോടൊപ്പം തന്നെ ഇത്രയും തർക്കത്തില് ഒക്കെ വരികയും പിന്നീട് പല കേസുകളിലും ജയിലിൽ പോയ വ്യക്തികൾ കൂടിയാണ് ഇവർ 3 പേരും. പ്രണവ്, ആഷിഖ്, മണികണ്ഠൻ, ഇവർ 3 പേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളതാണ്. പല സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ മനുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇനി ഇവരെ പിടികൂടാനുണ്ട്. 3 പേരും ഇപ്പോൾ ഇന്നലെ ഈ കൃത്യം നടത്തിയതിനു ശേഷം ഇവർ സ്ഥലം വിട്ടിരിക്കുകയാണ്. പോലീസ് ഇവർക്കായുള്ളൊരു അന്വേഷണവും ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു. നട റോഡിൽ വെച്ച് യുവാവിനെ തലയ്ക്കടിച്ച്, ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. പറഞ്ഞു തീർക്കേണ്ട ഒരു തർക്കം, ഒരു കുടുംബ പ്രശ്നം, പിന്നീട് അത് പോലീസ് എത്തി ഒരു തർക്കം സോൾവ് ചെയ്ത് പറഞ്ഞയച്ചതാണെങ്കിൽ പോലും ഇതിന്റെ ഒരു വൈരാഗ്യം മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് മനുവിനെ ഫോളോ ചെയ്തു വന്നത്. അതായത് ഇതിനു മുൻപ് ഈ ആദ്യത്തെ തർക്കം കഴിഞ്ഞതിന് ശേഷം ബാറിലെത്തി അവിടെയും ഇവർ ഒരു വാക്കുതർക്കം നടത്തുകയും വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടുന്ന് ബൈക്കെടുത്ത് പോയ മനുവിനെ പുറകിൽ ചെന്നായിരുന്നു ഇവർ ഇത്തരത്തിൽ കൊടും ക്രൂരത ചെയ്തത്. എന്തായാലും പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുകൂടി പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം CCTV ദൃശ്യങ്ങളും ഒപ്പം ഇന്നലെ നടന്ന ഇവർ മറ്റിടങ്ങളിൽ നടത്തിയ ഈ ബാറിലും ഒപ്പം ഈ കോളനിയിലും നടത്തിയ
തർക്കങ്ങളുടെയും ദൃക്സാക്ഷികളെയും അതോടൊപ്പം തന്നെ അതിന്റെ CCTV ദൃശ്യങ്ങളും ശേഖരിക്കാൻ കഴിയുമോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുമുണ്ട്. ടോം. നവമി, അതായത് ഈ രാത്രി പുലർച്ചെ 1 മണിക്കാണ് കൊലപാതകം നടന്നത്. ഈ കൊല്ലപ്പെട്ട മനു അവിടെ ഈ 1 മണിക്ക് എന്തിനാണ് എത്തിയത്? പിന്നെ ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തന്നെ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കണം. ഈ രാത്രി സമയം പ്രത്യേകിച്ചും ഈ കോളനിയിലും പിന്നീട് ബാറിലുമൊക്കെ ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം തനിച്ചായിരുന്നോ ഈ മനു യാത്ര ചെയ്തത്? മനുവിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? നവമി. മനു ഈ ബാറിലെ സംഘർഷത്തിന് ശേഷവും ഒറ്റയ്ക്ക് തന്നെയാണ് ബൈക്ക് എടുത്ത് പോയതെന്നാണ് പറയുന്നത്. CCTVയിലും അങ്ങനെ തന്നെയാണ് വ്യക്തമാകുന്നത്. പിന്നീട് ഈ പ്രതികൾ 3 പേരും മനുവിനെ ഫോളോ ചെയ്തു വന്നാണ് ഇത്തരത്തിൽ ബൈക്കിൽ നിന്നും ബൈക്കിന് കുറുകെ നിർത്തുകയും പിന്നീട് ഇവരെ ആക്രമിക്കുകയും ചെയ്തത്. ഹോക്കി സ്റ്റിക്ക് കൊണ്ട് മനുവിന്റെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. മനുവിനോടൊപ്പം മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ തർക്കം, ഈ കോളനിയിലെ തർക്കം കഴിഞ്ഞതിന് ശേഷം തന്നെ മനുവിന് ചെറിയ രീതിയിൽ പരിക്കേറ്റിരുന്നു. ഇത് മനു സ്വകാര്യ ഒരു ആശുപത്രിയിൽ എത്തി ചികിത്സ തേടുകയും ചെയ്തു. അതിനുശേഷമാണത് വലിയ രീതിയിലുള്ള ഒരു പരിക്കല്ലെങ്കിൽ കൂടിയും അതിനുശേഷമാണ് ആശുപത്രിയിൽ നിന്നും ബാറിലേക്ക് പോയത്. ബാറിലെത്തി അവിടെയും ഇവർ മനുവിനെ ഫോളോ ചെയ്ത് എത്തുകയും അവിടെ വെച്ച് ഇവർ ഈ 4 പേരും ഇവർ സുഹൃത്തുക്കളാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവർ സുഹൃത്തുക്കളാണ്, അവർക്കിടയിലാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടാവുകയും പിന്നീട് ഒരു സുഹൃത്തിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയതും. എന്തായാലും ഈ ബാറിലെത്തിയും ഇവർ തമ്മിൽ ഇത്തരത്തിലൊരു തർക്കം നിലനിന്നിരുന്നു. അവിടെയും ഒരു അടിപിടി ഉണ്ടായി എന്നുകൂടി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതിനുശേഷം ബൈക്ക് എടുത്തു പോയ മനുവിനെ ഫോളോ ചെയ്താണ് പെട്രോൾ പമ്പിന് സമീപം എത്തുകയും അവിടെ വെച്ച് മനുവിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും പിന്നീട് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയും ചെയ്തത്. ഇന്ന് രാവിലെ ഏകദേശം 1 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. പോലീസ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ പ്രതികളും, അതായത് ഈ കൊലയാളികളും കൊല്ലപ്പെട്ട മനുവും സുഹൃത്തുക്കളായിരുന്നു. പിന്നീടുണ്ടായ ചില വാക്കുതർക്കങ്ങൾ, കുടുംബ പ്രശ്നമൊക്കെയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇനി പാലക്കാട് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ദാരുണമായ സംഭവത്തിലേക്കാണ് സ്പോട്ട് ലൈവ് പോകുന്നത്. പാലക്കാട് ഒലവക്കോട് യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. ഒലവക്കോട് സ്വദേശിനി ബർഷീനയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം. ബർഷീനയുടെ മുൻ ഭർത്താവ് കാജ ഹുസൈനാണ് ആക്രമിച്ചത്. കാജ ഹുസൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊള്ളലേറ്റ ബർഷീന പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാഗ് എടുത്ത് കടയിൽ ഉമ്മർത്ത് വെച്ചു. ഞാൻ വേഗം ഫോൺ എടുത്ത് വീട്ടിൽ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തു. എസ് വിനേഷ് കുമാർ ചേരുന്നു പാലക്കാട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനേഷ്, പാലക്കാട് ഒലവക്കോട് സ്വദേശിനിക്ക് നേരെ രാവിലെ ആസിഡ് ആക്രമണം ഉണ്ടാകുന്നു. മുൻ ഭർത്താവാണ് ഈ ആസിഡ് ആക്രമണം നടത്തിയതെന്നാണ് നിലവിൽ അവർ നൽകിയിരിക്കുന്ന മൊഴി. എന്താണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് എത്താനുള്ള കാരണം? ടോം, ഒരു മുൻവൈരാഗ്യം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ മുമ്പും ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരുന്നു ഇവർക്ക് നേരെ. കാരണം ഈ ബർഷീന ഖാജ ഹുസൈൻ്റെ മുൻ ഭാര്യയാണ്. അതിനുശേഷം ബർഷീന മറ്റൊരു വിവാഹം കഴിച്ചതാണ്. ഇപ്പോൾ ഇവർ ഡിവോഴ്സായി കഴിഞ്ഞതിന് ശേഷവും ഇയാൾ ഇതുപോലെ തന്നെ വന്ന് നിരന്തരമായി ഇവരെ ആക്രമിക്കുകയും ശല്യം ചെയ്യുന്നതും പതിവാണെന്ന് ഇവർ പറയുന്നുണ്ട്. ഇന്ന് രാവിലെയും അതുപോലെ തന്നെയാണ് ഒലവക്കോട് താണാവിലുള്ള വീട്ടിലെത്തിയ ശേഷമായിരുന്നു ആക്രമണം. ഇവർ ലോട്ടറി വിറ്റും മറ്റുമാണ് ഉപജീവനം കഴിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത് ബർഷീന. പക്ഷേ ഖാജ ഹുസൈൻ തമിഴ്നാട് സ്വദേശിയാണെങ്കിലും മിക്കവാറും അദ്ദേഹം പാലക്കാട് തന്നെ അയാൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ വന്ന് നിരന്തരമായി ഇവരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മുമ്പും ഇതുപോലെ ഇയാൾ ആസിഡുമായി എത്തിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അന്ന് അങ്ങനെ ഒരു ആസിഡ് ആക്രമണം നടത്താൻ ഇയാൾക്ക് കഴിയാതെ പോയി. എന്തായാലും ഇന്ന് ആസിഡ് ആക്രമണം നടത്തിയെങ്കിലും കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. പക്ഷേ മുഖത്ത് ചില ഭാഗങ്ങളിലേക്കെല്ലാം ആസിഡ് തെറിച്ചു വീണിട്ടുണ്ട്. എന്തായാലും പ്രതിയെ പാലക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ബർഷീന ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത്ര ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ടോം. വിനേഷ്, ഈ വിവാഹമോചനം, പിന്നീട് ഈ ബർഷീന വേറെ വിവാഹം കഴിക്കുന്നു, ഇതൊക്കെയാണോ
ഈ പ്രതിയെ ആക്രമണത്തിന് പ്രേരിപ്പിച്ച ഘടകം? ടോം, ഇയാൾ ഒരു സൈക്കോ ആണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. പോലീസും പറയുന്നത് അങ്ങനെയാണ്. ഇയാൾ ഭയങ്കര അക്രമാസക്തനാവാറുണ്ട് പലപ്പോഴും. ഇത്തരത്തിൽ ആളുകളോടുള്ള പെരുമാറ്റത്തിലെല്ലാം തന്നെ അത്ര ശരിയായ ഒരു നടപടിയല്ല ഇയാളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാവാറുള്ളത് എന്ന് പറയുന്നു. എന്തായാലും ഈ സ്ത്രീയെ മുമ്പും ഇതുപോലെ തന്നെ പലപ്പോഴായി ആക്രമിച്ചിട്ട് പോലും ഇവർ പരാതി പറഞ്ഞിട്ട് പോലും ഒരു നടപടിയും പോലീസിന്റെ ഉൾപ്പെടെയുള്ള ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൽ ദുഃഖകരമായ ഒരു കാര്യം. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു ആസിഡ് ആക്രമണം ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയില്ലായിരുന്നു. ഖാജ ഹുസൈന് ഏതെങ്കിലും ക്രിമിനൽ ബന്ധങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം, ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ ഒരുപക്ഷെ പ്രണയം തകർന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ മറ്റെല്ലാം സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ഒരു സൈക്കോ ക്രിമിനലുകൾ വ്യാപകമായി കേരളത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുമുണ്ടോ. ഇതിന് സമാനമായ രീതിയിലാണ് ഈ സംഭവം. എന്തായാലും ഇവരൊന്നും വലിയ വിദ്യാഭ്യാസം ഉള്ളവരോ ഒന്നും അല്ല, ഖാജ ഹുസൈൻ ആണെങ്കിലും ഒന്നും അല്ല. പക്ഷേ ഇവർക്ക് ഇത്തരത്തിൽ ഒരു ആക്രമണം എന്തായാലും നടത്താൻ തയ്യാറായി എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായൊരു നടപടി ആദ്യം മുതൽ തന്നെ ഇവരുടെ ഇത്തരത്തിൽ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ പോലീസ് പറയുന്ന ഇവർ രേഖാമൂലം അത്തരത്തിലുള്ള പരാതികളൊന്നും നേരത്തെ തന്നില്ലായിരുന്നു എന്നാണ് പോലീസ് ഇതിനകത്ത് പറയുന്ന ഒരു വിശദീകരണം. എന്തായാലും ഇന്ന് രാവിലെ 7 മണിയോടെ വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇയാൾ ഒലവക്കോട് താണാവിലുള്ള ബർഷീന താമസിക്കുന്ന വീട്ടിലെത്തിയതും ഇങ്ങനൊരു ആക്രമണം നടത്തിയതും. എന്തായാലും സംഭവത്തിൽ പോലീസ് ഇയാളെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോഴും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തുടർ നടപടികൾ, ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ബന്ധമോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും വിനേഷ് സൂചിപ്പിച്ചതുപോലെ വളരെ സൈക്കോ ആയിട്ടുള്ള ഒരു ഭർത്താവ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഭർത്താക്കന്മാരൊക്കെ നിരവധി പല വീടുകളിലും ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ പോലും ആ രീതിയിൽ ഭാര്യമാരെ ക്രൂരമായി പീഡിപ്പിക്കുക, അതേ തുടർന്ന് വിവാഹമോചനങ്ങളൊക്കെ നിത്യസംഭവങ്ങളാണ്. ഇതും ഈ വിവാഹമോചനത്തിന് ശേഷവും മറ്റൊരു വിവാഹം കഴിച്ചിട്ടും യുവതിയെ പിന്തുടർന്ന് വേട്ടയാടിയിരുന്ന വ്യക്തിയാണ് ഈ ഖാജ ഹുസൈനെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇതിലും വലിയ തിക്താനുഭവങ്ങൾ ഈ യുവതിക്ക് നേരിടേണ്ടി വന്നിരിക്കുമല്ലോ വിനേഷ്. തീർച്ചയായും അവർ പറയുന്നതും അങ്ങനെയാണ്. കാരണം അവരോട് നമുക്ക് കൂടുതൽ ഇങ്ങനെയൊരു സംഭവത്തിന് ശേഷം അവരോട് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഇയാളുടെ ഒരു ശല്യം അതിഭീകരമായി, ഇയാൾ ക്രൂരമായി തന്നെ മർദ്ദിക്കാറുണ്ടെന്നും മറ്റു കാര്യങ്ങളും തന്നെയാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. ഇങ്ങനെ ശല്യം സഹിക്കാതെ വന്നപ്പോഴാണ് ഇവർ ഈ ബന്ധം വേർപ്പെടുത്താൻ തയ്യാറാവുന്നത്. ബന്ധം വേർപ്പെടുത്തിയതിന് പിന്നാലെയും ഇയാൾ ഇതുപോലെ തന്നെ പലപ്പോഴും ഭീഷണിയുമായി ഈ ഒലവക്കോട് എത്തിയിരുന്നു എന്ന് ബർഷീന പറയുന്നുണ്ട്. എന്നാലും അങ്ങനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ, കാരണം ഇയാൾ ഇങ്ങനെ ഒരു ആസിഡ് ആക്രമണം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നിവരെന്തായാലും കരുതിയിട്ടില്ല. കാരണം ഇയാളൊന്ന് വളരെ ആസൂത്രിതമായി തന്നെ ആസിഡുമായി എത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇവരുടെ മുഖത്തൊഴിക്കാനായിരുന്നു ഇയാൾ ശ്രമിച്ചിരുന്നത്. പക്ഷേ തട്ടിമാറ്റി പിടിവലിക്കിടയിൽ പക്ഷേ കണ്ണിൻ്റെ ചില ഭാഗത്തേക്കൊക്കെ ഇത് തെറിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. അവിടെയെല്ലാം തന്നെ വേദന അനുഭവപ്പെട്ടിരുന്നു ഇവർക്ക്. എന്തായാലും ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. കൃത്യമായി തന്നെ പൊള്ളലേറ്റതിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ പൊള്ളയേറ്റിട്ടുണ്ട്, ഗുരുതരമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും അതിൽ കാര്യമായ അവർക്ക് പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം ജില്ലാ ആശുപത്രിയിൽ തന്നെ ചികിത്സ മതി എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ അവരെ കൊണ്ടുപോയ സമയത്ത് ഒരുപക്ഷെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും എന്നുള്ള ഒരു സൂചന എന്തായാലും അവിടുന്ന് ആശുപത്രി അധികൃതർ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് അത്ര ഗൗരവമുള്ളതല്ല, അത്ര ഗുരുതരമല്ല. അതുകൊണ്ട് തന്നെ ജില്ലാ ആശുപത്രിയിൽ അതിൻ്റെ ചികിത്സ നൽകിയാൽ മതി എന്നുള്ളതാണ്. എന്തായാലും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. വ്യക്തമാണ്. വിനേഷ് കുമാറാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഒലവക്കോടാണ് യുവതിക്ക് നേരെ മുൻ ഭർത്താവിന്റെ ആസിഡ് ആക്രമണമുണ്ടായത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ജോയിൻ ഇന്ത്യ ബന്ധം എന്താണ്, ഇവർ തമ്മിലുള്ള കരാർ എന്താണ്, ഈ കരിമണൽ കടത്തുമായി അല്ലെങ്കിൽ ആ ഇടപാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കരാറുണ്ടോ, ഇവർക്കിടയിലെ സാമ്പത്തിക ഇടപാടുകൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ രണ്ട് കമ്പനികളെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഈ പാട്ടക്കരാർ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും അതോടൊപ്പം തന്നെ ടൂറിസം അപേക്ഷയും തുടങ്ങിയ ചില രേഖകളാണ് മാത്യു ഏറ്റവും ഒടുവിലായി 5 രേഖകൾ എന്ന നിലയ്ക്ക് സമർപ്പിച്ചത്. പക്ഷേ ഈ സുപ്രധാനമായ കാര്യം, ഈ രണ്ട് കമ്പനികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ മാത്യുവിന് ആദ്യഘട്ടങ്ങളിൽ തന്നെ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും
ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വിധിയിലേക്ക് പോയെന്ന് കരുതുന്നു. മാത്യു കൊൽനാണ് തിരിച്ചടി. വിജിലൻസ് കോടതി മാത്യുവിന്റെ ഹർജി തള്ളിയ പശ്ചാത്തലമുണ്ടാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ പിണറായി വിജയൻ മകൾ വീണാ വിജയൻ എന്നിവർക്കെതിരെ സമർപ്പിച്ച ഹർജി 7 പേർക്കെതിരെ സമർപ്പിച്ച ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. വിനോദിനോട് ചേർത്ത് വായിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം മാത്യു അവകാശപ്പെട്ടതുപോലെ 4 പുതിയ രേഖകൾ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് ശക്തമായ തെളിവുകളാണ് എന്ന അവകാശവാദം അടക്കം മാത്യു കൊൽനാടൻ വാർത്താ സമ്മേളനത്തിലും മറ്റും നടത്തിയിരുന്നു. പക്ഷേ അതുപോലും പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ടുള്ള നിരവധി അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനടക്കം സ്വാധീനിക്കാൻ ഇടയുള്ള സംഭവമായി കൂടി മാറുന്നുണ്ടോ? വിനോദ്, മാസപ്പടി കേസിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണാ വിജയൻ എന്നിങ്ങനെ 7 പേർക്കെതിരെ സമർപ്പിച്ച ഹർജി, മാസപ്പടി കേസിൽ കൊളുതാണ്ട ഹർജി, അത് തള്ളിയിരിക്കുന്നു. വിനോദ്, തുടരാം. വിനോദ്, കേൾക്കാമോ? രഞ്ജിത്ത്, ഇപ്പോൾ ഈ ഹർജി തള്ളിക്കൊണ്ടുള്ള നടപടിയാണ് വിജിലൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസ് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങി. അതിന് ആധാരമായത് ഈ കരിമണൽ കടത്തുന്നതിന് ഉൾപ്പെടെയുള്ള കരിമണൽ ഇടപാടുമായി ബന്ധപ്പെട്ട് സ്പോട്ട് ലൈവ് തുടരുന്നു. കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇതിന് പിന്നാലെ ATSഉം പോലീസും പെരുമ്പാവൂർ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെതിരെയും സംഘാംഗങ്ങൾക്കെതിരെയും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ATSഉം പോലീസും പെരുമ്പാവൂർ അനസിനെയും സംഘത്തെയും പൂട്ടുമോ? ഇതാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. പെരുമ്പാവൂർ അനസിന്റെയും സംഘാംഗങ്ങളുടെയും വീടുകളിൽ പോലീസും ATSഉം സംയുക്ത റെയ്ഡ് നടത്തുകയാണ്. പെരുമ്പാവൂർ, ആലുവ, മാഞ്ഞാലി എന്നിവിടങ്ങളിലും വയനാട്ടിലെ ഒരു റിസോർട്ടിലുമാണ് റെയ്ഡ് നടക്കുന്നത്. അനസിന്റെ കൂട്ടാളി മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്ന് 2 തോക്കുകളും പണവും പിടിച്ചെടുത്തു. അനസിന്റെ വിശ്വസ്തനായ ഷാജി പാപ്പാൻ എന്നറിയപ്പെടുന്ന ഷാജിയുടെ വീട്ടിലും പരിശോധനയുണ്ട്. പെരുമ്പാവൂർ അനസിനെ കുറിച്ചുള്ള ന്യൂസ് 18 അന്വേഷണ പരമ്പരയ്ക്ക് പിന്നാലെയാണ് ATSന്റെയും പോലീസിന്റെയും സംയുക്ത റെയ്ഡ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, നേരത്തെ ന്യൂസ് 18 1 മാസം മുൻപ് പെരുമ്പാവൂർ അനസിന്റെയും കൊച്ചിയിലെ മറ്റ് ഗുണ്ടാ സംഘങ്ങളുടെയും കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത്. അനസിന്റെ നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ, കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, സ്വർണ്ണക്കടത്ത്, വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നടക്കമുള്ള കാര്യങ്ങൾ തെളിവുകൾ സഹിതം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ ATSഉം പോലീസും സംയുക്ത പരിശോധന നടത്തുന്നു. പല വീടുകളിലും റെയ്ഡുണ്ട്. എന്താണ് അന്വേഷണ സംഘങ്ങളുടെ ലക്ഷ്യം? ഒരു വലിയ ബ്രേക്കിംഗ് നമ്മൾ പുറത്തുവിട്ടതോടെയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം തുടക്കമായത് എന്നുള്ള കാര്യമാണ് ആദ്യം സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നത്. കാരണം പെരുമ്പാവൂർ അനസിനെ തേടിയുള്ള യാത്രയിലാണ് ഇപ്പോൾ പോലീസും ATSഉം സംയുക്തമായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂരിൽ, ആലുവയിൽ, അതുപോലെ മാഞ്ഞാലിയിൽ, വയനാട്ടിലെ റിസോർട്ടിൽ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ATSഉം പോലീസും ചേർന്ന് സംയുക്ത പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോലീസിന് മറ്റു ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായുള്ള തിരക്കുകൾ സംബന്ധിച്ചും പോലീസ് അല്പമൊന്ന് ഇക്കാര്യത്തിൽ പിന്നോക്കം നിന്നിരുന്നെങ്കിലും ഇപ്പോൾ ATSുമായും ചേർന്ന് പോലീസും ATSഉം ചേർന്ന് സംയുക്ത പരിശോധനയാണ് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളികളുടെ വീടുകളിലും അനസിന്റെ വീട്ടിലും ഒക്കെ റെയ്ഡ് നടക്കുന്നത്. പെരുമ്പാവൂർ അനസിന്റെ വളരെ അടുപ്പമുള്ള ഒരാളായ റിയാസ്, മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്നും അനസിന്റേതെന്ന് കരുതുന്ന 2 തോക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 8 ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട്. അനസിന്റെ 3 തോക്കുകൾ അനധികൃതമായി അനസ് ഉപയോഗിച്ചിരുന്നുവെന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം. ഈ വിവരം അനുസരിച്ചിട്ട് മറ്റൊരു തോക്ക് വയനാട്ടിലെ റിസോർട്ടിലുണ്ട് എന്നുള്ള സൂചനയെ തുടർന്നാണ് വയനാട്ടിലെ റിസോർട്ടിലും ഇപ്പോൾ ഈ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാൾ ഷാജി പാപ്പാൻ എന്നറിയപ്പെടുന്ന ഷാജിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഔറംഗസേബ് എന്ന പെരുമ്പാവൂർ അനസിന്റെ വലങ്കൈയായിരുന്ന ഗുണ്ടാ നേതാവ് ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഈ നീക്കങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം.
ഇതേ തുടർന്ന് നിരവധി റെയ്ഡുകൾ, പെരുമ്പാവൂർ അനസിന്റെ അനധികൃത നീക്കങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവയൊക്കെ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതേ തുടർന്ന് അനസ് വ്യാജ പാസ്പോർട്ടിൽ ദുബായിലേക്ക് തീർച്ചയായും അങ്ങനെയെങ്കിൽ ഇനി അടുത്ത നീക്കം എന്തായിരിക്കും? ATSന്റെയും പോലീസിന്റെയും അടുത്ത നീക്കം എന്തായിരിക്കും? ഈ റെയ്ഡില് 2 തോക്കുകൾ കണ്ടെടുത്തിട്ടുണ്ട്. പെരുമ്പാവൂർ അനസിന് 3 തോക്കുകൾ, ലൈസൻസ് ഇല്ലാത്ത 3 തോക്കുകൾ ഉണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ ഈ മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രത്യേകിച്ച് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയത് ഔറംഗസേബാണ്. ഇതിൽ 2 തോക്ക് കണ്ടെടുത്തിട്ടുണ്ട്. 3ാമത്തെ തോക്കാണ് ഇനി കണ്ടെത്തേണ്ടത്. അതോടൊപ്പം നിരവധി ആയുധങ്ങളും പണവും, അനധികൃത പണവും പിടിച്ചെടുത്തു എന്ന വിവരങ്ങളുണ്ട്. ഇപ്പോഴും ATSന്റെയും പോലീസിന്റെയും പരിശോധന തുടരുകയാണ്. അടുത്ത നീക്കം ഇനി സ്വാഭാവികമായും പെരുമ്പാവൂർ അനസിലേക്കായിരിക്കുമല്ലോ. വിദേശത്തുള്ള നിലവിൽ ദുബായിലേക്ക് കടന്ന അനസിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ഉടനടി ഉണ്ടാകുമോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ആജ്ഞ? ആ നീക്കത്തിലേക്കാണ് ATSും പോലീസും ഇപ്പോൾ. ആ നീക്കം ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ഈ പരിശോധന തുടങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ടോം. കാരണം പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് ന്യൂസ് 18 ആണ്. ന്യൂസ് 18നുമായി പെരുമ്പാവൂർ അനസിന്റെ വലങ്കയ്യായിരുന്ന ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിലൂടെയാണ് ഈ കാര്യങ്ങൾ പുറത്താകുന്നത്. അതുവരെ കൊച്ചി ശാന്തമായിരുന്നു എന്നൊരു ധാരണയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ച് പോലീസും ATSും അങ്ങനെ ഒരു പുകമറ, അല്ലെങ്കിൽ അധികൃതർ അങ്ങനെ ഒരു പുകമറയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. പക്ഷേ ഇതോടെ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലോടുകൂടി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ സമയത്ത് ന്യൂസ് 18 പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇതേ തുടർന്നാണ് ATSും പോലീസും ഈ കാര്യത്തിൽ ഇത്രയേറെ ആക്റ്റീവായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാൽ പോലും ആ സാഹചര്യത്തിൽ പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് കടന്ന വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കിയ കേസ്, നിരവധി കൊട്ടേഷൻ കേസുകൾ, വധശ്രമ കേസ്, അല്ലെ കൊലപാതക കേസ് തുടങ്ങിയ നിരവധി കേസുകൾ പെരുമ്പാവൂർ അനസിന്റെ മേൽ ചാർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെല്ലാം അനസിനെ നാട്ടിലേക്ക് കൊണ്ടുവന്നേ കഴിയുള്ളൂ. ദുബായിലാണോ എന്നുള്ള കാര്യത്തിലും ശരിക്കും ATSനോ പോലീസിനോ അല്ലെങ്കിൽ മറ്റധികൃതർക്കോ വ്യക്തതയില്ല എന്ന് വേണം പറയാൻ. കാരണം പെരുമ്പാവൂർ അനസിന്റെ ഈ പാസ്പോർട്ട് പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിലായിരുന്നു ആ പാസ്പോർട്ട് ഉണ്ടായിരുന്നത്. അതേ തുടർന്നാണ് പെരുമ്പാവൂർ അനസ് കർണാടകത്തിൽ നിന്നും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാജരേഖകൾ ഉണ്ടാക്കി, ജനന സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ നെറ്റി സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടാക്കി കർണാടകത്തിൽ നിന്നും വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി ദുബായിലേക്ക് കടക്കുന്നത്. അന്ന് ആ സമയത്ത് ആ ഏജൻസിയുമായി ബന്ധപ്പെട്ടും, അതായത് വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുത്ത നിരവധി ഏജൻസികൾ ബാംഗ്ലൂരിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത്തരമൊരു ഏജൻസിയുമായി ബന്ധപ്പെട്ടും ATSും പോലീസിന്റെയും അന്വേഷണം നീണ്ടിരുന്നു. എന്നിരുന്നാൽ പോലും വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി വിദേശത്തേക്ക് കടന്ന ഒരാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് എമിഗ്രേഷൻ വകുപ്പ് ഒരുപക്ഷെ ഇതിൽ ഇടപെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇരുന്നാൽ അനസിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളിലേക്കാണ് പോലീസും ATSും ലക്ഷ്യം വെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ടോം. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂർ അനസിന്റെ, കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗങ്ങളുടെ വീടുകളിലാണ് ഇപ്പോൾ പോലീസിന്റെയും ATSന്റെയും സംയുക്ത പരിശോധന നടക്കുന്നത്. നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്, പണം പിടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത നീക്കം പെരുമ്പാവൂർ അനസിലേക്കാണ്. അനസിനെ നാട്ടിലെത്തിക്കാനുള്ള ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് കോഴിക്കോട് ICU പീഡനക്കേസാണ്. കഴിഞ്ഞ 1 വർഷത്തിലധികമായി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ICU പീഡനക്കേസിലെ അതിജീവിത. കഴിഞ്ഞ ദിവസം അവർ 2ാം ഘട്ട സമരം ആരംഭിച്ചിരുന്നു. അതിനിടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ ഡോക്ടർ പ്രീതിക്കെതിരായിട്ടുള്ള പരാതിയിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കോഴിക്കോട് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ഈ അതിജീവിത സമരം നടത്തിയത്. സമരത്തിനൊടുവിൽ ഇപ്പോൾ ഡോക്ടർ KV പ്രീതിക്കെതിരായുള്ള പരാതി പുനരന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. രാവിലെ 11:30 ഉത്തരമേഖല രാവിലെ 11:30 ഇത് സംബന്ധിച്ചുള്ള ചില നീക്കങ്ങൾ, പുതിയ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്നു. ഉത്തരമേഖല IG സേതുരാമന്റെ മേൽനോട്ടത്തിൽ SP-യും വനിതാ CAയും ഉൾപ്പെട്ട സംഘം അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഉടൻ ഇറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, എന്തായാലും 1 വർഷത്തിലധികം നടന്ന നിയമ പോരാട്ടത്തിന്, സമര പോരാട്ടങ്ങൾക്കൊടുവിൽ ഒരു നീതി അല്പം കിട്ടുമെന്നൊരു പ്രതീതി, ഒരു പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ ഡോക്ടർ പ്രീതിക്കെതിരായുള്ള പരാതി പുനരന്വേഷിക്കാൻ എന്തായാലും നീക്കമുണ്ടാകുന്നു, ഉത്തരവുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള ഒരു അതിജീവിത പ്രതീക്ഷയിലാണോ? തനിക്ക് നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടോ?
അനീഷ്. തീർച്ചയായും അങ്ങനെ ഒരു പ്രതീക്ഷയിലേക്കാണ് ടോം കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം നമുക്കറിയാം ഈ ജീവനക്കാരൻ ഈ അതിജീവിതയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി അല്ലെങ്കിൽ ഏറ്റവും അധികം തെളിവുകൾ നൽകേണ്ട ഒരാളാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റായ പ്രീതി. പക്ഷേ അവരുടെ റിപ്പോർട്ട് അങ്ങേയറ്റം ഈ അതിജീവിതയ്ക്ക് പ്രതിലോമകരമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, വ്യാജമായ രീതിയിൽ അല്ലെങ്കിൽ ഈ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്താതെ അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കടന്നുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകുന്നു. ഒപ്പം ആ സ്ഥലത്ത് സാന്നിധ്യമില്ലാത്ത ജൂനിയർ ഡോക്ടറുടെ അടക്കം ആ സാന്നിധ്യം രേഖപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അന്വേഷണം അങ്ങേയറ്റം അട്ടിമറിക്കപ്പെടുകയും അതിജീവിതയെ പീഡിപ്പിച്ച ജീവനക്കാരൻ നിഷ്പ്രയാസം പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പുനരന്വേഷണം ആവശ്യപ്പെടണമെങ്കിൽ ഈ യഥാർത്ഥത്തിൽ പ്രീതിക്കെതിരെ നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ആദ്യം ലഭ്യമാവണമായിരുന്നു. ആ റിപ്പോർട്ടാണ് ഇത്രയധികം മാസങ്ങൾ വൈകിയത്. പലതവണ പോലീസിനോട് നേരിട്ടും വിവരാവകാശ നിയമപ്രകാരവും ഒക്കെ ഈ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടന്നില്ല. ഇതിനുവേണ്ടി തെരുവിൽ ഈ കനത്ത ചൂടിൽ തെരുവിൽ സമരം അനുഷ്ഠിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഇലക്ഷന് തൊട്ടു മുമ്പ് ഒന്നാം ഘട്ട സമരവും തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം ഘട്ട സമരവും നടന്നു. ഇതിനുശേഷം ഈ വഴിയരികിൽ കൊടും ചൂടിൽ തളർന്നു വീഴുന്ന അതിജീവിതയും ആശുപത്രിയിലേക്ക് മാറുന്ന അതിജീവിതയും ഒക്കെ നമ്മൾ കണ്ടു. ഇതിനൊക്കെ ശേഷമാണ് IG ഇത്തരത്തിൽ ഉത്തരമേഖല IG അതിജീവിതയോട് ആശയവിനിമയം നടത്തുകയും ഈ ജില്ലാ പ്രോസിക്യൂട്ടറുടെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് നൽകാമെന്ന് പറയുകയും ചെയ്തു. എന്തായാലും അത് പിന്നീട് നൽകുകയുണ്ടായി. ഇപ്പോൾ നമുക്കൊപ്പം അതിജീവിത തന്നെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഈ പ്രീതിയുടെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ആശങ്കകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉള്ളതായിരുന്നു. അത് ഒന്നുകൂടി ശരിവെക്കുന്ന തരത്തിലാണോ ഈ പോലീസിൻ്റെ മൊഴിപ്പകർപ്പും അന്വേഷണ റിപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ അതിനുള്ളിലുള്ള വിവരങ്ങൾ? തീർച്ചയായിട്ടും. കാരണം ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു ഇവർ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പിടിച്ചു വെക്കുന്നതെന്ന്. ഇപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയപ്പം അത് സ്ഥിരീകരിച്ചെന്നുള്ളൂ. ഇതിൽ പരാതിക്കാരിയായ എൻ്റെ മൊഴി പോലും ഇവർ അംഗീകരിക്കാതെ പ്രതിയായിരിക്കുന്ന പ്രീതിയുടെ അല്ലെങ്കിൽ പ്രതിയെന്ന് ആരോപിക്കുന്ന ഡോക്ടർ പ്രീതിയുടെ മൊഴിയാണ് ഇവർ അംഗീകരിച്ചത്. അന്ന് ഡോക്ടർ പ്രീതി തനിച്ചാണ് എന്നെ പരിശോധിക്കാൻ എത്തിയത്. പക്ഷേ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ പുതുതായിട്ട് ഒരു ജൂനിയർ ഡോക്ടർ ഫാത്തിമ ബാനു എന്ന ഒരു പുതിയ ഡോക്ടർ വന്നിട്ടുണ്ട്. അപ്പം അത് എവിടെ നിന്നാണ് അവർ വന്നതെന്നോ എന്തടിസ്ഥാനത്തിലാണ് അവർ വന്നതെന്നോ എനിക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൂടി അന്വേഷിക്കാനും ഈ പ്രീതിയുടെ കേസ് ഒന്ന് പുനരന്വേഷണം നടത്താൻ വേണ്ടിയാണ് ഞാൻ IG സമീപിച്ചത്, പരാതി കൊടുത്തിട്ടുള്ളത്. IG ഭാഗത്തുനിന്ന് ഏത് തരത്തിലാണ് ഇപ്പോൾ ഇടപെടൽ? അല്ല, അവർ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. അവരുടെ ഇതിൽ തന്നെ അവരെ അന്വേഷിക്കാനുള്ള താഴെയുള്ള പോലീസുകാരെ അന്വേഷിക്കാനുള്ള ഉത്തരവ് ഇന്ന് തന്നെ കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പം എങ്ങനെയാണ് ഈ മെഡിക്കൽ കോളേജിലെ പോലീസുകാർ തന്നെ അല്ലെങ്കിൽ ഈ ലോക്കൽ പോലീസ് തന്നെ ഈ കേസിനെയും അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, ലോക്കൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട എന്നുള്ള ഒരു ഇത് പറഞ്ഞിരുന്നു ഞാൻ. അപ്പം അവർ വേറെ ഏതെങ്കിലും പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നിന്നൊരു സത്യസന്ധമായ ഒരു അന്വേഷണം ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ചധികം ദിവസങ്ങൾ വഴിയിൽ ഈ കൊടും ചൂടിൽ സമരം നടത്തേണ്ടി വന്നു, ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ടാണ് ഇങ്ങനൊരു DGPയും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു? അല്ല, ഞാൻ ഒരുപാട് തവണ ഞാൻ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുള്ളതാണ് ഈ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അവരെന്തുകൊണ്ടാണ് അത് പിടിച്ചു വെച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണമില്ലാതെയാണ് അവർ പിടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു നീതി അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട ഒരു റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഒരു അതിജീവിതം എന്ന നില അത് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഒരിക്കലും പുറകോട്ട് പോകില്ല. ഇതിൽ നിന്ന് തോൽക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. ഇതിൽ നിന്ന് മുന്നോട്ട് പോയി ഇനി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതിൽ നിന്ന് മുന്നോട്ട് പോയി ഒരു നീതി വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പകർപ്പിൽ അതിലെന്തൊക്കെ വീഴ്ചകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവാസ്തവമായി നിലവിലുള്ളത്? അതിലുള്ളത് എന്നെ സഹായിച്ച അല്ലെങ്കിൽ ഇതിന് മുന്നേ നിങ്ങൾ എന്നെ മീഡിയാസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് നഴ്സ് അനിത സിസ്റ്റർക്കെതിരെയുള്ള ഒരു ജോലി ട്രാൻസ്ഫർ അവർ സമരം ഇരുന്നു. 6 ദിവസം അവർ സമരം ഇരുന്നു. കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് ഇപ്പോഴും അവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ള റിപ്പോർട്ടിൽ അവർക്കെതിരെ അവർ ഒരു തൽപര കക്ഷിയായിട്ട് നിൽക്കുന്നു എന്നാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു തീരുമാനം, ഒരു ഉന്നതതല തീരുമാനം ഉണ്ടെന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
അപ്പം എന്തായാലും ഇത് അന്വേഷിച്ച് അതിലുള്ള കുറ്റവാളികളെ കണ്ടുപിടിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇല്ലാത്തൊരു ജൂനിയർ ഡോക്ടർ വന്നു ഈ സിസ്റ്റർ അനിതയെ ഒരു തൽപരകക്ഷിയായി മാറ്റിയിരിക്കുകയും ചെയ്യുന്നു. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ പിന്നീട് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്ന തരത്തിലേക്ക്, അങ്ങനെയാണോ? അതെ, തീർച്ചയായിട്ടും. ഈ ഹെഡ് നേഴ്സ് അല്ല, ഈ ഇതിൽ അവിടുത്തെ ഡോക്ടർ, യൂണിറ്റ് ചീഫ്, HOD എന്നിവർക്കാണ് ഇതിനുള്ള അധികാരമുള്ളത്. ഒരു ഡോക്ടർ ഒരു പീഡനം നടന്നിട്ടുള്ള ഒരു വ്യക്തിയെ പരിശോധിക്കാൻ എത്തുമ്പോൾ അതിൽ ആ ഒരു ഡോക്ടർ വരുമ്പോഴും അവരെന്തൊക്കെ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടെന്നും അത് ആ കേസ് ഷീറ്റ് പരിശോധിക്കാനുള്ള ഒക്കെ അധികാരം അവിടെയുള്ള വലിയ ഡോക്ടേഴ്സിനും അതിൻ്റെ അധികാരികൾക്കുമാണ്. അല്ലാതെ വെറും ഒരു സാധാരണ ഒരു ഹെഡ് നേഴ്സ് ആയിട്ടുള്ള സിസ്റ്റർക്കല്ല. അപ്പം എല്ലാ കുറ്റവും അവർ ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വം അവർ ഹെഡ് നേഴ്സിൻ്റെ മേലേക്ക് ചുമത്തിയിട്ട് അവരെ കുറ്റക്കാരിയാക്കാനാണ് ഇതിൽ ശ്രമിക്കുന്നത്. എന്തായാലും ടോം, ഇതിനകം പുറത്തു വന്ന കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും, അതായത് സിസ്റ്റർ അനിതയ്ക്ക് ഇക്കാര്യത്തിൽ എന്തോ പ്രത്യേക താല്പര്യമുണ്ടെന്ന് വരുത്തി തീർക്കുക, ഒപ്പം ഇല്ലാത്ത ഒരു ജൂനിയർ ഡോക്ടർ ഈ വൈദ്യപരിശോധനാ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുക. അത്തരത്തിൽ മൂന്നാമത് ചില മൊഴികൾ കൂടി കിട്ടുമോ? കാരണം ഈ അതിജീവിതയും ഈ ഡോക്ടർ പ്രീതിയും തമ്മിലാണ് നേരിട്ട് കേസുകൾ നടക്കുന്നത്. അപ്പോൾ മൂന്നാമതൊരു സാക്ഷി രംഗത്തെത്തുമ്പോൾ കുറച്ചുകൂടി വിശ്വാസ്യത വരും എന്ന ഒരു കണക്കൂട്ടൽ ഈ അന്വേഷണത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഈ കേസ് അപ്പാടെ തന്നെ ദുർബലമാകുന്ന വാദമുഖങ്ങളാണ് ഈ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഈ അതിജീവിതയുടെ പരാതിയിൽ അനുകൂലമായൊരു നിലപാട് എടുക്കാം. ഈ നിലവിൽ കേസ് അന്വേഷിച്ച പോലീസിനപ്പുറം മറ്റ് ഏജൻസികളെ ഉപയോഗിച്ച് ഈ അന്വേഷണം നടത്താമെന്നാണ് ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നതിനായി ഏതറ്റം വരെയും പോകുമെന്നാണ് അവർ ഇപ്പോഴും പറയുന്നത്. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അതിജീവിത വലിയ പ്രതീക്ഷയിലാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തോളമായി അവർ നിയമ പോരാട്ടത്തിലായിരുന്നു, സമര പോരാട്ടത്തിലായിരുന്നു. ഇതേ തുടർന്ന് ഡോക്ടർ പ്രീതിക്കെതിരെ പുനരന്വേഷണം നടത്താനാണ് ഇപ്പോൾ ഉത്തരവ് വരുന്നത്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് വരുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും തനിക്ക് നീതി കിട്ടുമെന്ന വലിയ പ്രതീക്ഷയാണ് അതിജീവിതയ്ക്കുള്ളത്. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് പോകുന്നത്. KSRTC ബസ് തടഞ്ഞതിൽ ബാലുശ്ശേരി MLA സച്ചിൻ ദേവിനും ഭാര്യയും തിരുവനന്തപുരം മേയറുമായ ആര്യ രാജേന്ദ്രനുമെതിരെ കേസെടുക്കാൻ വീണ്ടും കോടതി നിർദ്ദേശം. ഡ്രൈവർ യദു നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. നേരത്തെ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അഭിഭാഷകൻ നൽകിയ ഹർജിയിലായിരുന്നു അന്ന് കോടതിയുടെ ഇടപെടൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇപ്പോൾ രണ്ടാമതും ഈ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യദു നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. എന്താണ് കോടതി ഉത്തരവിലുള്ളത് വിനോദ്? ടോം, ഇപ്പോൾ ഈ ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയാണ്. അതിൽ സംഘം ചേരൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിലാണ് ഇപ്പോൾ കേസെടുക്കാനുള്ള നിർദ്ദേശം. നേരത്തെ തന്നെ ഈ പൊതുഗതാഗതം തടസ്സപ്പെടുത്തൽ, സംഘം ചേരൽ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നേരത്തെ തന്നെ കന്റോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. ഈ ഹർജിയിൽ ഒരു പ്രത്യേകത, അതായത് യദുവിന്റെ ഹർജിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന ഒരു ആവശ്യം ഈ ഹർജിയിലൂടെ ഉന്നയിച്ചുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അക്കാര്യത്തെക്കുറിച്ച് കോടതിയുടെ പരാമർശമുണ്ടായോ എന്നത് വ്യക്തമല്ല. അത് വിധി പകർപ്പിന്റെ പൂർണ്ണരൂപം പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചു എങ്കിലും ജാമ്യമില്ലാ വകുപ്പിന്റെ കാര്യത്തിൽ ഒരു നിരീക്ഷണമോ പരാമർശമോ കോടതിയുടെ ഭാഗത്തുണ്ടായോ എന്ന് വ്യക്തമല്ല. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ യദുവിന്റെ ആവശ്യം തള്ളി എന്ന് വേണം മനസ്സിലാക്കാൻ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം MLAക്കും മേയർക്കുമെതിരെ, ഈ വാഹനത്തിലുണ്ടായിരുന്ന 5 പേർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം, അങ്ങനെ ഒരു ആവശ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായ ആവശ്യത്തിൽ കോടതിയുടെ ഒരു നിരീക്ഷണമോ ഉത്തരവോ ഉണ്ടോ എന്നത് ഇനി വേണം അതിന്റെ രേഖകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും നേരത്തെ തന്നെ പോലീസ് കേസെടുത്തിരുന്നതാണ്. ഇക്കാര്യം പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ അറിയിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ഈ മറ്റൊരു അഭിഭാഷകൻ ഇതേ സമാനമായ കാര്യത്തിലാണ് ഹർജി നൽകിയത്. ആ കാര്യത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുകയും വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പോലീസിന്റെ അന്വേഷണം മറ്റൊരു വഴിക്ക് കൂടി നടക്കുകയാണ്. യദുവിന്റെ ഫോൺ രേഖകൾ ശേഖരിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ 1 മണിക്കൂറിലധികം യദു ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഹെഡ്സെറ്റ് ഉപയോഗിച്ചാണ് ഇങ്ങനെ ഫോൺ വിളിച്ചതെങ്കിൽ കൂടിയും അത് അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കും. കാരണം ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ മറ്റ് വാഹനങ്ങളുടെ ഹോണോ ആ തരത്തിലുള്ള ശബ്ദമോ കേൾക്കാനോ അത് തിരിച്ചറിയാനോ കഴിയില്ല. ഇതെല്ലാം തന്നെ അപകടത്തിന് കാരണമാകും. അതെന്തായാലും ഈ യദുവിനെ വേട്ടയാടുന്നതിന്റെ ഭാഗമായി
പല രീതിയിലുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഇടത് സൈബർ പോരാളികളുടെ ഭാഗത്തു നിന്നും പല രീതിയിൽ യദുവിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ യദുവിനെതിരായിട്ടുള്ള പഴയ പല കേസുകളും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടല്ല, ഇതിപ്പോൾ മേയറെ അപമാനിച്ചു എന്ന് പറയുന്നു. പക്ഷേ അവിടെ എന്തിനാണ് യദു ഫോൺ 1 മണിക്കൂറോളം ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്തിനാണ് പോലീസ് പരിശോധിക്കുന്നത്? അതിനപ്പുറം ഈ ഒരു വിഷയം, വിവാദമായിരിക്കുന്ന വിഷയം, ഈ വിഷയത്തിൽ മേയറെ സംരക്ഷിക്കുന്ന നിലപാട് തുടക്കം മുതൽ തന്നെ പോലീസ് സ്വീകരിച്ചതാണ്. എന്നാൽ കോടതിയിൽ നിന്ന് 2 തവണയാണ് പോലീസിനും മേയർക്കും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഈ ഉത്തരവിലെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കഴിയുമോ വിനോദ്? നിലവിൽ കേസെടുക്കാൻ മാത്രമാണോ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ആർക്കെതിരെയൊക്കെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്? കാരണം സച്ചിൻ ദേവ് MLA, മേയർ, മറ്റു കുടുംബാംഗങ്ങൾ, ഇവരുടെയൊക്കെ ഈ തടഞ്ഞത്, ബസ് തടഞ്ഞത്, ആളുകളെ ഇറക്കി വിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണോ? ഏതൊക്കെ വകുപ്പുകളായിരിക്കും പോലീസ് ഇവർക്കെതിരെ ചുമത്തുക? ടോം, ഒന്നാമത് ആ ബസ്സിൽ നിന്ന് ആളുകളെ ഇറക്കി വിട്ടിട്ടില്ല. അത്തരത്തിൽ ഇറങ്ങി പോകാൻ പറഞ്ഞു എന്നത് ഡ്രൈവറുടെ മൊഴിയാണ്. ആ തരത്തിൽ ആ ബസ്സിൽ നിന്ന് ആളുകളെ ഇറക്കി വിടുകയോ അതിന്റെ യാത്ര തടസ്സപ്പെടുത്തുകയോ തുടർന്നുള്ള യാത്ര തടസ്സപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറ്റൊന്ന്, ടോം ചോദിച്ചതുപോലെ തന്നെ യദുവിനെതിരെയുള്ള പഴയ കാര്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ, അതായത് ആ സംഭവം നടക്കുമ്പോൾ മേയർ സഞ്ചരിച്ച കാറിന് അപകടപ്പെടുത്തും വിധം യദുവിന്റെ വാഹനം സഞ്ചരിച്ചപ്പോൾ സ്വാഭാവികമായും ആ ഡ്രൈവറുടെ സ്വഭാവം എന്ന നിലയ്ക്കാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഡ്രൈവിംഗിനിടയിൽ ഫോൺ ചെയ്യുക എന്നത് ശരിയായ ഒരു പ്രവണതയല്ല. മാത്രവുമല്ല, ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഒരു KSRTC ഡ്രൈവർ, ഇത്രയധികം 60ഓളം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു ബസ്സിന്റെ ഡ്രൈവർ ഹെഡ്സെറ്റ് വെച്ച് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ 1 മണിക്കൂർ ഫോണിൽ സംസാരിക്കുക എന്നത് ഡ്രൈവിംഗ് സംബന്ധിച്ച്, റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ച് അതൊരു ഗുരുതരമായ പിശകാണ്. പൊതുഗതാഗത സംവിധാനമാണ്, ഒരുപാട് പേരുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അങ്ങനെ വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് യദു എന്ന കാര്യം വ്യക്തമാവുകയാണ്. മേയറും കുടുംബവും വാഹനം തടഞ്ഞു, അതിന്റെ മെരിറ്റ് ഒരു വശത്തുണ്ട്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, അതിന് പകരം പരാതിയല്ലേ നൽകേണ്ടിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. പക്ഷേ ഈ ഡ്രൈവറുടെ പൊതു സ്വഭാവം, അല്ലെങ്കിൽ അദ്ദേഹം പല കാലങ്ങളിലായി സ്വീകരിച്ചിട്ടുള്ള രീതി, ഇതെല്ലാം തന്നെ ഈ സംഭവത്തിന് അടിസ്ഥാനമാണ് എന്നത് തന്നെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. നടിയോട് അപമര്യാദയെ പെരുമാറിയത്, ആദ്യം അങ്ങനെ തൃശ്ശൂർ വരെ പോകുന്ന താൻ എങ്ങനെ അതിനപ്പുറത്തേക്ക് കുന്നംകുളത്ത് എത്തും എന്ന ചോദ്യം ചോദിച്ച് അതിനെ നിസ്സാരവൽക്കരിക്കാനും ആ നടിയുടെ ആരോപണത്തെ മറ്റൊരു സ്ത്രീയുടെ പേരുമായി ചേർത്ത് അവരെ ആ തരത്തിൽ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് യദു ശ്രമിച്ചത്. പക്ഷേ KSRTCയുടെ രേഖകൾ പുറത്തു വരുമ്പോൾ വഴിക്കടവ് സർവീസാണ് യദു ആ ദിവസം നടത്തിയത്, ജൂൺ 19 നടത്തിയത്. അന്ന് ആ ചലച്ചിത്രതാരം പറഞ്ഞ തരത്തിൽ ആ ബസ് ഓടിച്ചത് യദുവാണ്. ആ ബസ്സിലെ കണ്ടക്ടർ ഇത് സംബന്ധിച്ച് KSRTC ആഭ്യന്തര വിഭാഗത്തിന് റിപ്പോർട്ട് മൊഴി നൽകിയിട്ടുമുണ്ട്. ഈ തരത്തിൽ മോശം പ്രവണതയുള്ള ഒരാളാണ് ഈ ഡ്രൈവർ എന്ന കാര്യം വ്യക്തമാണ്. ടോം, വ്യക്തമാണ്. BV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ യദു വന്ന ഒരു KSRTC ഡ്രൈവറുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. പക്ഷേ പല KSRTCകൾ നമ്മൾ സഞ്ചരിച്ചാലും ഇത്തരം ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശമ്പളം പോലും ലഭിക്കാതെ മാസങ്ങളോളം തൊഴിലെടുക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നും ഇത്തരം പെരുമാറ്റങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകാം. കാരണം അത്രയ്ക്കും ജീവിതത്തിൽ കടം കയറി നിക്കക്കളി നിൽക്കുന്ന ഒരു കുടുംബം പോലും പോറ്റാൻ കഴിയാതെ വലിയ രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് യദു. സ്വാഭാവികമായും പോലീസ് യദുവിന് ഒപ്പം ഈ കേസിന് ന്യായമായി തന്നെ അന്വേഷണം നടത്തട്ടെ, പക്ഷാപാതപരമായിട്ടല്ല. പക്ഷേ 2 വശത്തും കുറ്റമുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ 2 പേർക്കെതിരെയും നടപടി സ്വീകരിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യം മറക്കരുത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ഏറെ നടുക്കമുണ്ടാക്കിയ, വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചി പനമ്പള്ളി നഗറിൽ നിന്നും വന്നത്. പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ അമ്മ ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി നടുറോട്ടിലേക്ക് എറിഞ്ഞ സംഭവം ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു. ആ വാർത്തയിൽ, സംഭവത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ യുവതിയെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഇവരെ വിശദമായ
അന്വേഷണം നടത്തണം. ആ കേസിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന കാര്യങ്ങളിലേക്ക് നീങ്ങണമെങ്കിൽ അവരെ ചോദ്യം ചെയ്യണം. ഇപ്പോൾ അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയെ ഉടൻ തന്നെ സമീപിക്കുന്നുണ്ട്. എന്തായാലും ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത, അതിനേക്കാളും ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. ആരുടെയും കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. ആ കുരുന്നിനെ, അതായത് അമ്മ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. ഡാനി പോൾ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, നമുക്കറിയാം ഇത്തരം ഒരു കാഴ്ച ഇതിനു മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ ഉണ്ടായതാണ്. ഒരമ്മയും കാമുകനും ചേർന്ന് കൊച്ചി കറുകപ്പള്ളിയിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാൻ പോലും ആളില്ലായിരുന്നു. ഒടുവിൽ ഏറെ സങ്കടകരമായിട്ടുള്ള ആ സംസ്കാര ചടങ്ങുകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷമാണ് വീണ്ടും മറ്റൊരു കുരുന്നിൻ്റെ, ഒരു അമ്മയുടെ ക്രൂരതയ്ക്കിരയായി കൊല ചെയ്യപ്പെട്ട മറ്റൊരു നവജാത ശിശുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. ഏറെ വൈകാരികമായിട്ടുള്ള ആ സംഭവം, അതിൻ്റെ ആ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായതാണ് ഡാനി പോളും. എത്രത്തോളം വൈകാരികമായിരുന്നു ആ കാഴ്ചകൾ ഡാനി? ടോം, ഈ കുട്ടിയുടെ കൊലപാതകം അത് അറിഞ്ഞ ആ സമയം മുതൽ ഈ ഒരു സംഭവം പരാമർശിച്ചു പോകുമ്പോൾ ഏവരിലും ഉണ്ടാകുന്ന ഒരു സങ്കടകരമായ ഒരവസ്ഥയുണ്ട്. അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ അത് വാർത്ത കാണുന്നവർ കേൾക്കുകയോ എല്ലാം തന്നെ ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും അത്തരമൊരു സങ്കടാവസ്ഥയിലൂടെ തന്നെ കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എല്ലാവരും അങ്ങനെ തന്നെ ഒരു മാനസിക തലത്തിലുള്ളവരാണ്. ഇന്ന് അതിൻ്റെ ഒരു ആവർത്തനം തന്നെയായിരുന്നു പുല്ലേപ്പടി ശ്മശാനത്തിലും ഉണ്ടായിരുന്നത്. ഇത് ഇങ്ങനെ ഒരു സംസ്കാര ചടങ്ങ്, ഈ കുരുന്നിന് ഇന്ന് ഒരു യാത്രയപ്പാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അത് അറിഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നവരെല്ലാവരിലും തന്നെ അത്തരമൊരു ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്നൊരു അവസ്ഥ തന്നെയായിരുന്നു. ഒട്ടും പരിചിതമായ ഒരു സാഹചര്യമല്ല അത് പലർക്കും. കാരണം ഇങ്ങനെയൊരു അവസ്ഥയിൽ ഒരു കുഞ്ഞിന് അതിൻ്റെ ഒരു അന്തിമമായ ഒരു യാത്രയപ്പിലേക്ക് നീങ്ങുക എന്നത്, ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സമാനമായ ഒരു സാഹചര്യം തന്നെ ഇതിനു മുൻപ് കുറച്ച് മാസം മുൻപ് കൊച്ചിയിലുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു അന്തരീക്ഷം. കറുകപ്പള്ളിയിലെ ലോഡ്ജിൽ അമ്മയുടെ കാമുകൻ കുഞ്ഞിനെ ഇല്ലാതാക്കും. അതും ഇതുപോലൊരു കുരുന്ന കുഞ്ഞ് തന്നെയായിരുന്നത്. കാൽമുട്ടിൽ ആ കുട്ടിയുടെ തല ഇടിച്ചുകൊണ്ടായിരുന്നു കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. പിന്നീട് ആ കുട്ടിയെ ഏറ്റെടുക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അമ്മയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആദ്യ ഭർത്താവോ ആരും തന്നെയും ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ പോലും ആരുമില്ലാതെ വന്നപ്പോൾ അന്നും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കൊച്ചി നഗരസഭയും അതോടൊപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസുമായിരുന്നു ഈ സംസ്കാര കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ സംസ്കാരമെല്ലാം തന്നെ നടത്തിയത്. അതേപോലെ തന്നെയായിരുന്നു, അതേ ശ്മശാനത്തിൽ തന്നെയായിരുന്നു ഇന്നും ഇപ്പോൾ പനമ്പള്ളി നഗറിൽ അമ്മയാൽ കൊല്ലപ്പെട്ട ഈ കുഞ്ഞിന്റെയും സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇവിടേക്ക് രാവിലെ തന്നെ ഈ മൃതദേഹ പേടകം, വളരെ ചെറിയ ഒരു മൃതദേഹ പേടകത്തിലേക്ക് കുഞ്ഞിനെയും മാറ്റി അവിടേക്ക് കൊണ്ടുവന്ന് അത് ഏറ്റുവാങ്ങുന്നത് മേയറായിരുന്നു, നഗരസഭ അധ്യക്ഷൻ, നഗരപിതാവ് എന്ന രീതിയിൽ തന്നെയായിരുന്നു. ഒരു കുട്ടിക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലപ്പെട്ട ആ കുട്ടിക്ക് അവർക്ക് ഒരു യാത്രയപ്പിന് വേണ്ടി ഈ നഗരസഭ അതോടൊപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് അവിടെ ഉണ്ടായിരുന്ന പരിസരവാസികൾ എല്ലാവരും തന്നെ അവിടേക്ക് എത്തുന്നു. വളരെ വേദനയോടുകൂടി തന്നെ കുട്ടിയുടെ ചടങ്ങിന് വേണ്ടി ഇതിനെ ഏറ്റുവാങ്ങുന്നു. അതിൽ കളിപ്പാട്ടവും ഒപ്പം തന്നെ പൂക്കളും ഇതെല്ലാം അർപ്പിച്ചുകൊണ്ട് മിഠായികളും എല്ലാം വെച്ചുകൊണ്ടായിരുന്നു ഇവിടെ എടുത്ത ഒരു ചെറിയ കുഴിയിലേക്ക് അവളുടെ മൃതദേഹ പേടകം അത് താഴേക്ക് തന്നെ വെക്കുകയും ചെയ്യുന്നത്. തീർത്തും സങ്കടകരമായ ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു. ആർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനോ കൂടുതലായിട്ട് ഒന്നും പറയുവാനോ കഴിഞ്ഞിരുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഡിസിപിയുടെ നേതൃത്വത്തിൽ അടക്കം എല്ലാവരും തന്നെ അവിടെ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഈ കേസിന്റെ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പിറകിലാണെങ്കിലും അവർ ഈ കുട്ടിക്ക് അവൾക്ക് ഈ കുഞ്ഞിന് ഒരു യാത്രയയപ്പ് നൽകുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെ എല്ലാവരും തന്നെ അവിടേക്ക് എത്തുകയും ചെയ്തു. പരിസരത്തുണ്ടായിരുന്നവരും അവിടേക്ക് വന്നു. കുഞ്ഞിനെ മറവ് ചെയ്യുമ്പോൾ അവിടേക്ക് അതിൽ പൂക്കളർപ്പിച്ചു. എല്ലാവരും വളരെ വിങ്ങുന്ന മനസ്സോടുകൂടിയായിരുന്നു അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത്. കാരണം ഇത്തരമൊരു സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മുടെ ചുറ്റുപാടും തന്നെ ഈ ഒരു തുടർച്ചയായി വ്യക്തമാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചയായിരുന്നു. മനസ്സാക്ഷികളുടെ ഉള്ളു നീർന്ന കാഴ്ചകൾക്കാണ് പുല്ലേപ്പടി ശ്മശാനം എന്ന് സാക്ഷ്യം വഹിച്ചത്. അമ്മ എറിഞ്ഞ് ക്രൂരമായി കൊലപ്പെടുത്തിയ
കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകളാണ് പുല്ലേപ്പടി ശ്മശാനത്തിൽ നടന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. തിരുമല